السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ ആളുകളുടെയും കുടുംബത്തിൽ വളരെയധികം ബന്ധപ്പെടുത്താൻ സാധിക്കുന്ന, വളരെയധികം അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തിട്ടുള്ള ഒരു ഷർറ്, ഒരു അപകടം, ഒരു തിന്മ, അതിനെ സംബന്ധിച്ച് ഉണർത്തുകയും ആ ഒരു അപകടത്തിൽ നിന്ന്, ഷർറിൽ നിന്ന് നമ്മ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സ്വന്തം നഫ്സിനെയും എപ്രകാരമാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്നുമുള്ള ദീനിൻ്റെ നിലപാടിനെ സംബന്ധിച്ച് വളരെ ചുരുക്കത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുക. ആ ഒരു ഷർറെന്നുള്ളത് ഏറ്റവും വലിയ ഷർറായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച എന്ന ശൈത്താൻ്റെ ഷർറാണ്. ഈ ഒരു ഷർറിനെ തൊട്ട് സംരക്ഷിക്കപ്പെട്ട ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ആളുകൾക്കും എല്ലാ നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ കൈക്രിയ നടത്താൻ, അവരിൽ അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ പല രീതിയിൽ പെരുമാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താന് കഴിവ് നൽകിയിട്ടുണ്ട്, ഖുദ്റത്ത് നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യത്തെ തിന്മ, മനുഷ്യരാശിയിൽ നടക്കുന്ന തിന്മ, അത് ഭൂമിയിൽ വെച്ച് പോലുമല്ല, മറിച്ച് സ്വർഗത്തിൽ വെച്ചാണ്. ആദം അലൈഹിസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കഴിക്കാം, ഏത് ഭക്ഷണവും കഴിക്കാം, ഏതനുഗ്രഹവും നിനക്ക് ആസ്വദിക്കാം, എന്തും ചെയ്യാം, നീ ഈ സ്വർഗത്തിൽ നിനക്ക് എന്തും ചെയ്യാം, എത്രയും ജീവിക്കാം, നീ വയസ്സായി പോവുകയില്ല, രോഗം വരികയില്ല, ഉറക്കം വരികയില്ല. ഇങ്ങനെ സ്വർഗത്തിൽ നമ്മൾ ഇനി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആ അനുഗ്രഹങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമയോടും ഇണയായ ഹവ്വ അലൈഹിസ്സലാം രണ്ടുപേരോടും ഒരൊറ്റ കൽപ്പന കൽപ്പിച്ചുള്ളൂ: ഈ ഒരു മരത്തിനോട് അടുക്കരുത്, അതിൻ്റെ ഫലം കഴിക്കരുത്, ബാക്കി എന്ത് നിങ്ങൾക്ക് ചെയ്യാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ശൈത്താൻ, ഇബ്ലീസ് അവരുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് അവരെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും വ്യാമോഹിപ്പിക്കുകയും ചെയ്ത് എത്രത്തോളം വഖാസമഹുമ ഇന്നി ലകുമ ലമിനൻ നാസിഹീൻ, ശൈത്താൻ അവരോട് സത്യം ചെയ്തു പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളോട് നസീഹത്തുള്ളവൻ മാത്രമാണ് എന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചു. അവരുടെ ആ ഒരു പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിൽ അവർക്ക് നഷ്ടമായത് സ്വർഗം എന്നേക്കുമായിട്ടാണ്. അങ്ങനെ ആ ഒരു ചരിത്രം മുതൽ, അവിടെ മുതൽ മനുഷ്യരാശിയെ എങ്ങനെയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിച്ചു എന്ന് പറയും: ഇന്നമാ യദഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. ശൈത്താൻ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, മനുഷ്യന്മാരെ എത്രത്തോളം മാക്സിമം നരകത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം എത്തിക്കുക. ഇതാണ് ശൈത്താൻ്റെ ഉദ്ദേശം. ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ശൈത്താൻ ചെയ്യും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വെച്ച് ശൈത്താൻ എന്ത് ചെയ്തതാണ്? ആണയിട്ട് സത്യം ചെയ്ത് ശപഥം ചെയ്ത് പറഞ്ഞ കാര്യം അതവൻ ചെയ്യും. അതിനായി അവൻ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാകുന്ന രൂപങ്ങളിലെല്ലാം അവൻ പരിശ്രമിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കണക്കാക്കണം. അപ്പോൾ ഏറ്റവും അധികം നമ്മളോട് ശത്രുതയുള്ള ശൈത്താൻ, നമുക്കറിയാം, സാധാരണ ശത്രുക്കൾ നമ്മൾക്ക് പ്രയാസമുണ്ടാക്കാനാണ് ശ്രമിക്കുക, നമ്മൾക്ക് ഖൈർ എത്തുന്നത് തടയാൻ ശ്രമിക്കുന്ന. അതുപോലെ നമ്മൾക്ക് ഏറ്റവും അധികം ഖൈർ എത്താൻ ആഗ്രഹം ഇല്ലാത്തതും നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ ഷർറെത്താൻ ആഗ്രഹിക്കുന്നതും ശൈത്താനാണ്. ഈ ശൈത്താന്റെ ഷർറ് ഒരുപാട് തരത്തിലുണ്ട്, ഒരുപാട് രൂപത്തിലുണ്ട്. അതിൽ
ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾക്ക് നമ്മുടെ സ്വന്തം നഫ്സിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വീടിനെയും ഒക്കെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ ശൈത്താന ഷർറിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ നമ്മുടെ ഈ ദുനിയാവിൽ ഈ ഐഹിക ജീവിതത്തിൽ ഒരു 90% ഷർറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ശ്രദ്ധിക്കണം, നമ്മളെ എപ്പോഴും നശിപ്പിക്കാനും ഏതെങ്കിലും തരത്തിൽ ഷർറ് നമ്മളിലേക്ക് എത്തിക്കാനും ഏതു നേരത്തും പരിശ്രമിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അശ്ശൈത്താനു ജാസിമുൻ അലാ ഖൽബി ഇൻസാൻ. ഷൈത്താൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ നോക്കി എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതിനങ്ങേയറ്റം പഠിച്ച് അവലോകനം ചെയ്ത ഒരു രൂപത്തിലാണ് ഷൈത്താൻ ഉണ്ടാവുക ഒരു മനുഷ്യന്റെ കൽബിൽ. എപ്പോഴാണ് അവൻ എന്ത് ചെയ്യുക, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിപ്പോവുക, ഉടനെ തന്നെ എന്ത് ചെയ്യും, ഷൈത്താനോടെ പ്രവേശിക്കും. അല്ലെങ്കിൽ അവനെ ദേഷ്യം അതിജയിക്കുമ്പോൾ ഷൈത്താനോടെ പ്രവേശിക്കും. അല്ലെങ്കിൽ അവനിൽ കോപം അതിജയിക്കുമ്പോൾ ഷൈത്താൻ. അങ്ങനെ പല തരത്തിൽ ഷൈത്താൻ എന്ന് വെച്ചാൽ തക്കം പാർത്തിരിക്കുകയാണ് മനുഷ്യരിലേക്ക് ഷെറ് കൊണ്ടുവരാൻ, നമ്മളെ പ്രയാസപ്പെടുത്താൻ, നമ്മളിൽ നിന്ന് ഹൈർ അകറ്റാൻ ഷൈത്താൻ എപ്പോഴും തക്കം പാർത്തിരിക്കുകയാണ്, ചാൻസ് നോക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു സാധ്യത എവിടെയെങ്കിലും തെളിഞ്ഞു കിട്ടിയാൽ ഉടൻ എന്ത് ചെയ്യും, ഷൈത്താൻ അത് മുതലെടുക്കും. ഇതാണ് ഷൈത്താൻ നമ്മളോട് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളിൽ നിന്ന് ഷൈത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ തൊട്ട് വിസ്മരിച്ചു പോകാനും അല്ലെങ്കിൽ ഷൈത്താന് നമ്മളിലേക്ക് കയറി അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊക്കെ പ്രവർത്തിക്കാനുമാണ്. ആ കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചെന്നത്, ഇന്ന ഷൈത്താന യജ്രി മജ്റദ്ദം. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയൊക്കെ രക്തം എത്തുമോ അവിടെയൊക്കെ എന്തെത്തും, ഷൈത്താൻ എത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഷൈത്താൻ അള്ളാഹ് കൊടുത്ത കഴിവാണ്. ആ കഴിവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ആളുകളിലും ഷൈത്താന് ചെലുത്താൻ കഴിയുകയില്ല. ഷൈത്താന്റെ ഈ ഒരു കുതന്ത്രമാവട്ടെ ശത്രുതയാവട്ടെ ഇതൊന്നും ഷൈത്താന് എല്ലാ ആളുകളിലേക്കും അത് പ്രകടിപ്പിക്കാനും പുറത്തെടുക്കാനും സാധിക്കുകയില്ല. മറിച്ച് ചില ആളുകൾ അതിൽ നിന്ന് ഒഴിവാണ്. ചില ആളുകൾ, അതാണ് ഷൈത്താനെ സംബന്ധിച്ച് അവന്റെ ചരിത്രം തുടങ്ങുന്ന സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞ ആ ശബദം അള്ളാഹുവിന്റെ അടുക്കൽ ഷൈത്താൻ നിറവേറ്റുമ്പോൾ, വാക്ക് കൊടുക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ ഷൈത്താൻ പറയുന്നൊരു വാക്കുണ്ട്, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. മനുഷ്യരെ മുഴുവൻ ഞാൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. ഞാൻ അവരുടെ വലതുഭാഗത്തുകൂടെ പോകും, ഇടതുഭാഗത്തുകൂടെ പോകും, മുൻപിലൂടെ പോകും, പിറകിലൂടെ പോകും. എങ്ങനെയൊക്കെ എനിക്ക് നശിപ്പിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ ഞാൻ പരിശ്രമിക്കും. അങ്ങനെ എല്ലാവരെയും ഞാൻ നരകത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും, ചിലരൊഴിച്ച്. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ആ കുറച്ചു പേർ അവരിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ ദീനുൽ ഇസ്ലാം ചില കാര്യങ്ങൾ, ക്വാളിറ്റികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെപ്പോഴും ആവർത്തിച്ച് പറയുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നതും എപ്പോഴും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതായ കാര്യം തൗഹീദ് തന്നെയാണ്. അതാണ് ഏറ്റവും എല്ലാ ഖൈറിന്റെ അടിസ്ഥാനം തൗഹീദ് തന്നെ. തൗഹീദ് ഒരു വ്യക്തി എത്രത്തോളം ഉറച്ചിട്ടുണ്ടോ, എത്രത്തോളം ആഴത്തിൽ പഠിച്ചിട്ടുണ്ടോ, അത്രത്തോളം ഷൈത്താനിൽ നിന്ന് അവന്റെ ഷർറിൽ നിന്ന് അവൻ സംരക്ഷണത്തിലായിരിക്കും. എത്രത്തോളം അവൻ തൗഹീദ് പഠിക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നുവോ, ഷിർക്കിന്റെ ഇനങ്ങളും തരങ്ങളും മനസ്സിലാക്കുന്നതിൽ അവൻ എത്രത്തോളം അലസത കാണിക്കുന്നുവോ അത്രത്തോളം ഷൈത്താന് അവനിൽ നിയന്ത്രണമുണ്ടാവും ആ വ്യക്തിയിൽ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചെന്നത് സൂറത്തുൽ മറിയമില്ല അവസാനത്തെ ഭാഗത്തിൽ, അലം തറ അന്ന ഷൈത്താന തഉസ്സുഹും അസ്സ. അവരെ ഷൈത്താൻ എന്ത് ചെയ്യുന്നത് നീ കാണുന്നില്ലേ, അവരെ അങ്ങേയറ്റം പിടിച്ചൊലയ്ക്കുന്നതായി നീ എന്ത് ചെയ്യുന്നില്ലേ, കാണുന്നില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്. അതുപോലെ തന്നെ വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ഷൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. അവനെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷൈത്താൻ എന്ത് ചെയ്യും, ഖരീനായി, ഒരു സഹായി അല്ലെങ്കിൽ കൂട്ടുകാരനായി ഇങ്ങനെയുള്ള ആളുകൾക്ക് ഷൈത്താനെ നിശ്ചയിച്ചു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഇതൊക്കെ നമ്മൾക്ക് അറിയിച്ചു തരുന്നത് തൗഹീദിന്റെ പ്രാധാന്യമാണ്. തൗഹീദ് എത്രത്തോളം നമ്മുടെ ഹൃദയത്തിലുണ്ടോ, നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് എത്രത്തോളം ബന്ധമുണ്ടോ, തഅല്ലുഖുണ്ടോ, അത്രത്തോളം ഷൈത്താൻ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ ഷൈത്താനുള്ള സ്ഥാനം. ഒന്നാമത്തെ കാര്യം ഇതാണ് തൗഹീദിന്റെ വിഷയം. അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല,
തൗഹീദിന്റെ 3 ഇനങ്ങളായ റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാ സിഫാത്തും ഈ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ആവർത്തിച്ച് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയും അതിലെന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എപ്പോഴും തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഇഖ്ലാസാണ്. തൗഹീദിനോട് കൂടെ നമ്മൾ ചേർത്തി പറയുന്ന മറ്റൊരു കാര്യമാണ് ഇഖ്ലാസ് എന്നുള്ളത്. ഇഖ്ലാസ് എന്ന് വെച്ചാൽ, തൗഹീദ് എന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും കേട്ടിട്ടുള്ളതുപോലെ ഇഫ്രാദുല്ലാഹി മാ യഖ്തസ്സു ബിഹി, അള്ളാഹുവിന് മാത്രമായിട്ടുള്ള, അവന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ്റേത് മാത്രമാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ അത് അവന് മാത്രം വകവെച്ചു കൊടുക്കലാണ് തൗഹീദ്. ഇഖ്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളിലും ആ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇഖ്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇഖ്ലാസിനും വളരെയധികം വലിയ പങ്കുണ്ട്. ശൈത്താന്റെ ശർറിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ വലിയൊരു പങ്ക്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആയത്തിൽ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അവിടെ ആ അടിമകളെ സംബന്ധിച്ച് അവരുടെ പ്രത്യേകതയായ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി എടുത്തു പറയുന്നത് അവരുടെ ഇഖ്ലാസാണ്. ഇഖ്ലാസിന് വളരെ വലിയൊരു പങ്കുണ്ട് ശൈത്താന്റെ ശർറിൽ നിന്ന് മാറ്റി നിൽക്കാനും സംരക്ഷിക്കപ്പെടാനും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ചില ക്വാളിറ്റികൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പ്രത്യേകമായി ചില വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, നമ്മളൊരു അങ്ങനെ ഒരു പ്രയാസം, ഇപ്പം നമുക്കറിയാം ഷിർക്കും കുഫറും മറ്റു കാര്യങ്ങളൊക്കെ പ്രചരിച്ചിട്ടുള്ളൊരു നാടാണ് ഈ നമ്മുടെ നാട്. ഇത്തരം നാടുകളിൽ സിഹർ അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ, പൈശാചിക പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം സ്വാഭാവികമാണ്. എന്ന് മാത്രമല്ല, അത് വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ഓരോ കുടുംബങ്ങൾ ഓരോന്നെടുത്ത് നോക്കിയാലും ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി അതുമായി എന്തെങ്കിലും ബന്ധമുള്ളതായി കാണാൻ സാധിക്കുന്നത്ര ഇന്ന് സിഹറും അതുമായി ബന്ധപ്പെട്ട പൈശാചിക പ്രവർത്തനങ്ങളും വ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ഉദ്ദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അത്തരം പ്രയാസങ്ങൾ ഉണ്ടായതായി നമ്മൾക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള യഖീൻ, അവനിൽ നിന്നുള്ള സഹായം നമുക്ക് എപ്പോഴും ഉറപ്പ് വേണ്ട യഖീൻ ഉണ്ടാവേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഉദുഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, നമ്മൾ എന്തൊരു കാര്യം റബ്ബിനോട് ചോദിക്കുമ്പോഴും ആവശ്യപ്പെടുമ്പോഴും പ്രതീക്ഷിക്കുമ്പോഴും അത് യഖീനുള്ള രൂപത്തിൽ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കത് നൽകും എന്നുള്ള ഉറപ്പിന്മേലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് ചോദിക്കേണ്ടത്, പ്രാർത്ഥിക്കുക. ഇത് എല്ലാ വിഷയത്തിലും ബാധകമാണ്. ഈ ഒരു യഖീൻ എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഏതൊരു കാര്യം ചോദിക്കുമ്പോഴും ആവശ്യപ്പെടുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് യഖീൻ എന്നുള്ളത്. ഉറപ്പ് വേണം. എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് പല ചികിത്സാ കേന്ദ്രങ്ങളിലേക്കും പല മരുന്നുകൾ കഴിച്ചും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ചികിത്സകൾ ചെയ്തിട്ടും ഒരു നിലയ്ക്കും യാതൊരു മാറ്റവും വരാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങളുള്ള പല രോഗികളും നമ്മുടെ പല കുടുംബങ്ങളിലുണ്ട്. മാറാ രോഗങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്ന രോഗങ്ങൾ. അങ്ങനെ മാറാ രോഗങ്ങളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗം ഈ ദുനിയാവിൽ ഇറക്കിയിട്ടില്ല. അത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ഷിഫാൻ. അള്ളാഹു എന്തൊരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിനെന്തിറക്കിയിട്ടുണ്ട്, അതിന് ഷിഫാവും ഇറക്കിയിട്ടുണ്ട്, രോഗശമനം ഇറക്കിയിട്ടുണ്ട്. അലിമഹു മൻ അലിമ ജഹിലഹു മൻ ജഹില. അത് അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അത് നഷ്ടപ്പെട്ടു, എത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ മാറാ രോഗങ്ങൾ എന്ന് പറയുന്ന മിക്ക രോഗങ്ങളും 90% രോഗങ്ങളും ഇത്തരത്തിലുള്ള ഷർറിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളാണ്. ഇങ്ങനെയുള്ള രോഗങ്ങൾ നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, പ്രതികരിക്കുകയാണെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം നമ്മൾക്ക് നൽകിയെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ള യഖീന് നമ്മൾക്ക് വേണം. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള രോഗമായിരിക്കാം. ഒരുപാട് ചികിത്സകൾ അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും,
പയറ്റി നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ഒന്നും ഫലമാകാതെ യാതൊരു തരത്തിൽ അതിന് മാറ്റം വരാത്ത രൂപത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്നാൽ പോലും എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും യഖീന് കൈവിടാൻ പാടില്ല, ഉറപ്പ് കൈവിടാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെങ്കിൽ അള്ളാഹു അത് നൽകിയിരിക്കും എന്നുള്ള ഉറപ്പോടുകൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ. ആമുഖമായി അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മളിൽ ഉണ്ടാവേണ്ട മനോഭാവം അതാണ്. ഞാൻ ഇത് ചോദിക്കുന്നു, ഞാൻ ദുർബലനാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് പരിമിതികളുണ്ട്, പക്ഷെ ഞാൻ ചോദിക്കുന്നത് എല്ലാത്തിനും സാധിക്കുന്ന അള്ളാഹുവിനോടാണ്. അവൻ എന്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ എത്ര പ്രയാസമുള്ള അല്ലെങ്കിൽ എല്ലാ ഡോക്ടർമാരും എഴുതി തള്ളിയ വിഷയമാണെങ്കിൽ പോലും എനിക്കതിൽ പ്രതീക്ഷ നഷ്ടപ്പെടാൻ യാതൊരു സാധ്യതയും എന്നിലില്ല. കാരണം ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ പ്രതീക്ഷ വെക്കുന്നത് അള്ളാഹുലാണ്. ഈ ഒരു ബോധത്തോടുകൂടി വേണം എന്ത് ചെയ്യാൻ, അത്തരം വിഷയങ്ങളെ നമ്മൾ സമീപിക്കാൻ. ഏറ്റവും ആദ്യം വേണ്ട വിഷയതാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഈ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ ശൈത്താന്റെ ഷർറിലൂടെയോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ഷർറാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ഷർറുകൾ നമ്മളിലേക്ക് കടന്നു വരാൻ നമ്മുടേതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പോരായ്മകൾ കാരണമായി തീർന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നുവെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് കൃത്യമായ രൂപത്തിൽ ജീവിക്കുന്ന, ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് വാജിബുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളുടെ അയാളെ ഷെറിൽപ്പെടുത്താൻ, അയാളെ പ്രയാസപ്പെടുത്താൻ ശൈത്താൻ എന്ത് ചെയ്യില്ല, സാധിക്കുകയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അള്ളാഹുവിനനുസരിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകളും കൃത്യമായി പാലിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി അറിയുന്ന ഹറാമിൽ നിന്നൊക്കെ വിട്ടുനിന്ന് വാജിബുകളൊക്കെ കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കുന്ന ഒരാൾ, അവനെ പ്രയാസപ്പെടുത്താനും ഷെറിൽ അകപ്പെടുത്താനും ശൈത്താൻ ഒരിക്കലും സാധിക്കുകയില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും എവിടേക്കോ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ശൈത്താൻ നമ്മളിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത്. നമ്മളിൽ എന്തോ ഒരു പോരായ്മ കൊണ്ടാണ്. അത് നമ്മൾ അന്വേഷിക്കണം, കണ്ടെത്തണം. എൻ്റെ ജീവിതത്തിൽ എന്ത് ഹറാമാണ്, എന്ത് പോരായ്മയാണ് കടന്നു വന്നിട്ടുള്ളത്, നമ്മൾ പഠിക്കണം. ആ ഒരു പോരായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ അത് റബ്ബ് സബബാക്കി നിശ്ചയിച്ചിട്ടായിരിക്കാം ആ ഒരു ഷർറ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊടുത്ത്. അങ്ങനെയുള്ള കുറേ പോരായ്മകൾ ഞാൻ പിന്നീട് വരുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം അത്തരം പോരായ്മകളിൽ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിൽ, അവൻ കൽപ്പിച്ച രൂപത്തിൽ ജീവിക്കുന്ന ഒരാൾ, അവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും അവന് ദുനിയാവിൽ നേരിടേണ്ടി വരികയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവന് യാതൊരു പ്രയാസവും നേരിടേണ്ടി വരികയില്ല. അതുപോലെ തന്നെ അതിൽപ്പെട്ട മറ്റൊരു കാര്യമാണെന്ത്, ദിക്റുല്ലാ എന്നുള്ള കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ശൈത്താൻ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി പതിയിരിക്കുകയാണ്. എപ്പോഴാണ് ഒരു ചാൻസ് കിട്ടുക കയറാൻ എന്ന് നോക്കിക്കൊണ്ട്. അങ്ങനെ ചാൻസ് കിട്ടുക എന്നുള്ളത് മനുഷ്യൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റിൽ നിന്ന് അശ്രദ്ധനായി പോകും. ദിക്ർ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നാവ് കൊണ്ടുള്ള ദിക്ർ മാത്രമല്ല, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം, റബ്ബിനെ സംബന്ധിച്ചുള്ള ബോധം, അത് നമ്മുടെ കൽബിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥ അങ്ങനെ ഉണ്ടാവുക, അതിനെ ഗഫലത്ത് എന്ന് പറയാം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് ശൈത്താനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ളൊരു അവസ്ഥയാണ് നമ്മളിലേക്ക് പ്രവേശിക്കാനും ഇത്തരം പ്രയാസങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുവാനും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ, വസ്ത്രം ധരിക്കുമ്പോൾ, അഴിക്കുമ്പോൾ, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ, ഇറങ്ങുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും നമ്മൾക്ക് നാവ് കൊണ്ടുള്ള ദിക്ർ അത് പഠിപ്പിച്ചു തന്നത്, അത് ശീലിപ്പിക്കുന്നത് ഖൽബിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. നാവ് കൊണ്ടുള്ള ദിക്ർ കൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത് ഖൽബിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഖൽബിൽ റബ്ബിനെ സംബന്ധിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടു പോയാൽ ശൈത്താൻ അവിടെ പ്രവേശിക്കാൻ അത് എളുപ്പമായി തീരും.
അതൊരു സാഹചര്യമായി തീരും. അതുകൊണ്ട് തന്നെ പരമാവധി ദിക്റുകൾ എല്ലാ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ ഫർദ് നിസ്കാര ശേഷമുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകം സന്ദർഭങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിക്റുകൾ പരമാവധി നമ്മൾ പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ പൊതുവിൽ നമ്മൾ ഉണ്ടായിരിക്കേണ്ട, നമ്മൾ സ്വീകരിച്ചു പോരേണ്ട നിലപാടുകളാണെന്ത്, ഈ പറയുന്ന കാര്യങ്ങൾ, മേൽ പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില പ്രത്യേകം വിഷയങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചില പ്രത്യേകം സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില പ്രത്യേകം സുന്നത്തുകൾ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു സുന്നത്താണ് വീടുകളിൽ ഖുർആൻ, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക എന്നുള്ളത്. വീടുകളിൽ ഖുർആൻ പാരായണം, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് ശൈത്താൻ എന്ത് ചെയ്യും? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് ശൈത്താൻ ഓടിയകലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശൈത്താൻ അവിടെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ആ വീടുകളിലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല. വീട്ടിലേക്ക് അടുത്ത്, വീടുകാരുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ടാണ് എന്ത് ചെയ്യാൻ സാധിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാനും അവൻ്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെടാനൊന്നും അവന് സാധിക്കാത്തൊരവസ്ഥ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ദിക്റുകൾ പെട്ടൊരു ദിക്റാണ് രാത്രി ഉറങ്ങുമ്പോഴുള്ള ദിക്റുകളിൽ ഒരു ദിക്റായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നാണ് ആയത്തുൽ കുർസി. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിപ്പിച്ചെന്നെന്താ, ആ ദിക്ർ ആയത്തുൽ കുർസി ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ നേരം വെളുക്കുന്നതുവരെ അവന് ആ ആയത്തുൽ കുർസി അള്ളാഹുൽ നിന്നുള്ള സംരക്ഷകനായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനത്തെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് ആമന റസൂലും തുടങ്ങുന്ന ആ ഭാഗം മുതൽ സൂറത്ത് അവസാനിക്കുന്നത് വരെ ആ ആയത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ, മൻ ഖറഅ ഹാതൈനിൽ ആയതൈനി ഫീ ലൈലത്തിൻ കഫത, ആരാണോ ഈ 2 ആയത്തുകൾ ഒരു രാത്രി പാരായണം ചെയ്യുന്നത്, ആ 2 ആയത്തുകൾ അവൻ എന്താകുന്നതാണ്, മതിയാകുന്നതാണ്. എന്നുവെച്ചാൽ ആ രാത്രിയിലെ ശൈത്താന്റെ ഷർറുകളിൽ നിന്ന് ആ 2 ആയത്തുകൾ അവന് മതിയാകുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ദിക്റാണെന്ത്, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്നുള്ള പ്രയാസങ്ങളോ ദുരിതങ്ങളൊന്നും അവനെ ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില റിവായത്തുകൾ ലം യദുറഹു ഷൈ, അവന് ഉപദ്രവമാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പ്രത്യേക ദിക്റുകൾ, ഉദാഹരണത്തിന് വീട്ടിലേക്ക് കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്, ഒരാൾ ബിസ്മി ചൊല്ലാതെ വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് കയറുന്നവൻ ബിസ്മി ചൊല്ലാതെ കയറുന്നതിൻ്റെ കൂടെ ശൈത്താന്മാരും വീട്ടിലേക്ക് കയറും. ശൈത്താന്മാർ തമ്മിൽ പറയും, നിങ്ങൾക്കിന്ന് ഇവിടെ രാത്രി താമസിക്കാൻ, നിങ്ങളുടെ അക്കോമഡേഷൻ ഇവിടെയാണ്, രാത്രി താമസം ഇന്ന് ഇവിടെയാണെന്ന് പറയും. എവിടെ? ബിസ്മി ചൊല്ലാതെ കയറുന്ന വീടിൽ. അതുപോലെ തന്നെ അവൻ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ അവിടെ താമസം മാത്രമല്ല, ഭക്ഷണവും ശൈത്താന്മാർക്ക് അവിടെ തന്നെയാണ്. എന്ന് വെച്ചാൽ വീടുകളിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലണം. അത് ഓരോരുത്തരും, വീട്ടിലെ ഏതെങ്കിലും ഒരാൾ മാത്രം ചൊല്ലിയാൽ പോരാ, വീട്ടിലെ ഓരോരുത്തർ വീട്ടിലേക്ക് കയറുമ്പോഴും ബിസ്മി ചൊല്ലിയിട്ട് വേണം എന്ത് ചെയ്യാൻ, വീടുകളിലേക്ക് കയറാൻ. ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെ തന്നെ ബിസ്മി ചൊല്ലാതെ എന്ത് ചെയ്യരുത്, ഒരാളെ കൊണ്ടും വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട്. ഈ ദിക്ർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവനോട് പറയപ്പെടും, ഹുദീത വ കുഫീത വ വുഖീത, നീ ഹിദായത്ത് നൽകപ്പെട്ടവനായി, നീ സംരക്ഷിക്കപ്പെട്ടവനായി, നീ മതിയായവനായി എന്ന് എന്ത് ചെയ്യും, അവനോട് പറയപ്പെടും. എന്നുവെച്ചാൽ ഇത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവൻ ഹിദായത്ത് നൽകപ്പെട്ടവനും ആയിട്ടില്ല. എന്നുവെച്ചാൽ ശൈത്താൻ അവൻ എന്ത് ചെയ്യാം, വഴിതെറ്റിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അവൻ സംരക്ഷിക്കപ്പെട്ടവനായിട്ടില്ല. കാരണം എന്താ? ശൈത്താന്റെ സംരക്ഷണം, ശൈത്താൻ അവനെ ഉപദ്രവിക്കാൻ എന്തുണ്ട് അവിടെ സാധ്യത
ബാക്കി നിൽക്കുന്നുണ്ട്. അവൻ മതിയായവനായിട്ടില്ല. കാരണം എന്താ? അവന് ഷെയ്ത്താന്റെ എന്തുണ്ട്? അപകട ഭീഷണി അവനിലുണ്ട്. എന്തും സംഭവിക്കാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. അതേസമയം ഈ പ്രാർത്ഥന ചൊല്ലിയ ഒരാളെ അവൻ പുറത്തേക്ക് പോകുമ്പോൾ ഷെയ്ത്താന്മാർ തമ്മി നോക്കിയിട്ട് പറയും, ഇങ്ങനെ ഒരാളെ അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്ത, അള്ളാഹു മതിയായവനായ, അള്ളാഹു നേർവഴിയിലാക്കിയ ഒരാളെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ഷെയ്ത്താന്മാർ തമ്മിൽ ചോദിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് നമ്മൾ പുറത്തിറങ്ങുന്നതും അകത്തിറങ്ങുന്നതും എന്ത് നിൽക്കുന്നുണ്ട്? ഷെയ്ത്താന്മാർ നിൽക്കുന്നുണ്ട്. അത് നമ്മളെ പുറത്തു പോയി പുറത്തിറങ്ങുമ്പോൾ പ്രയാസപ്പെടുത്താനാണെങ്കിലും അല്ലെങ്കിൽ അകത്തേക്ക് വന്നിട്ട് പ്രയാസപ്പെടുത്താനാണെങ്കിലും നമ്മൾ എപ്പോഴാണോ ദിക്ർ ചൊല്ലാൻ മറക്കുന്നത് ആ സന്ദർഭത്തിൽ ഷെയ്ത്താൻ അത് എന്ത് ചെയ്യും? മുതലെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ കയറി വാതിലടയ്ക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലാൻ, അതുപോലെ തന്നെ പാത്രങ്ങൾ മൂടി വെക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കൾ, ചെറിയ കുട്ടികൾ പ്രത്യേകിച്ചും ഈ വകതിരിവിൻ്റെ 7 വയസ്സ് പ്രായത്തിൽ അതിനേക്കാൾ ചെറിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അവരെ രാത്രി ആയിക്കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ മഗ്‌രിബിന്റെ സമയമായി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ പിടിച്ചു വെക്കണം എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ സമയത്താണ് എന്ത് ചെയ്യുക? ഷൈത്താൻമാർ പുറത്തേക്ക് ഇറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ ചില ഹറാമുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കേണ്ടതുണ്ട്. വീടുകളിൽ പരസ്യമായി ചെയ്യപ്പെടുന്ന ഹറാമുകളാണെങ്കിൽ പ്രത്യേകിച്ചും, പരസ്യമായി ചെയ്യപ്പെടുന്ന ഹറാമുകളാണെങ്കിൽ പ്രത്യേകിച്ചും, ഉദാഹരണത്തിന് സിനിമകൾ പോലെ, അതുപോലെ തന്നെയുള്ള വിനോദങ്ങൾ, ഹറാമായിട്ടുള്ള പല കാര്യങ്ങളും കടന്നു വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വീടുകളിൽ പരസ്യമായി വീടിലെ ടിവിയിലോ മറ്റൊക്കെ പ്രദർശിപ്പിക്കപ്പെടുന്ന വീടുകളാണെങ്കിൽ അത് വളരെ സ്വാധീനം ചെലുത്താൻ ഷെയ്ത്താന് സാധിക്കുന്നൊരു വീടായി അത് മാറും. അതുപോലെ തന്നെ ജീവനുള്ള കാര്യങ്ങളുടെ രൂപങ്ങൾ, അതിൻ്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പാവകൾ എന്നുള്ളത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇളവ് നൽകപ്പെട്ടിട്ട്, പക്ഷെ അതെന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും പ്രദർശിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ ഷോക്കേസിലും മറ്റൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല? എടുത്തു വയ്ക്കുന്ന പ്രദർശിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് കളിക്കുന്ന സമയത്ത് അതും അത്യാവശ്യത്തിന് മാത്രം, അങ്ങനത്തെ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ അതൊരു മൂലയ്ക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരും കാണാത്ത രൂപത്തിൽ എടുത്തു വെക്കേണ്ടതുണ്ട്, മറച്ചു വെക്കേണ്ടതുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ ചിത്രങ്ങൾ, ജീവനുള്ളവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നൊരു വീടായി നമ്മുടെ വീടിനെ മാറ്റാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ വീടുകളിൽ നടക്കുന്ന തിന്മകൾ, ഹറാമുകൾ, ഇത് വളരെയധികം വലിയ സ്വാധീനമുണ്ടാക്കുന്ന കാര്യമാണ്. വളരെയധികം വലിയ സ്വാധീനം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹറാമുകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുന്ന ഒരാളെ, അവൻ എത്രത്തോളം ഹറാമുകളിൽ നിന്ന് മുക്തനാണോ അത്രത്തോളം ഷെയ്ത്താന്റെ ഷർറിൽ നിന്ന് അവൻ എന്തായിരിക്കും? അവൻ ദൂരെയായിരിക്കും, അകലെയായിരിക്കും. എത്രത്തോളം അവൻ ഹറാമുകൾ മുങ്ങിക്കുളിക്കുന്നു അത്രത്തോളം ഷെയ്ത്താൻ അവൻ്റെ മേൽ എന്തുണ്ടാവും? ആധിപത്യം ഉണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പലിശ വാങ്ങി തിന്നുന്ന ആളുകളെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞ? ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. അങ്ങനെയുള്ള ആളുകൾ ഷെയ്ത്താൻ അവരെ അതിജയിച്ച് അങ്ങനെ എഴുന്നേൽക്കുന്ന ഒരാൾ, കീഴ്പ്പെടുത്തിയ ഒരാൾ എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ എന്ത് ചെയ്യില്ല? പലിശ വാങ്ങി തിന്നുന്നവൻ എഴുന്നേൽക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് എത്രത്തോളം ഗൗരവമായ തിന്മകൾ നമ്മളിൽ കടന്നു വരുന്നുവോ അത്രത്തോളം ഷെയ്ത്താൻ നമ്മളിൽ എന്ത് ചെയ്യും? സ്വാധീനം ചെലുത്തും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം? പറയാം. അതായത് വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? അഫ്ദലു സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈത്തിഹി ഇല്ലൽ മക്തൂബ. ഓരോ വ്യക്തിയുടെയും ഏറ്റവും നല്ല നിസ്കാരം വീട്ടിലെ നിസ്കാരമാണ്, ഫർദ് നിസ്കാരം ഒഴികെ. ശ്രദ്ധിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന വാക്ക് ഇങ്ങനെയാണ്: ഓരോ വ്യക്തിയുടെയും നിസ്കാരം, അതിലേറ്റവും അഫ്ദലായിട്ടുള്ള നിസ്കാരം അവൻ്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇല്ലൽ മക്തൂബ, ഫർദ് നിസ്കാരം ഒഴികെ.
അതുകൊണ്ടാണ് സലഫുകളെ പറ്റി പലരെയും പറ്റി പറയപ്പെടാറുണ്ട്, മാ റുഇയ മുതതവ്വിഅൻ ഖത്തു. അയാൾ, ആ വ്യക്തി, ആ പണ്ഡിതൻ അല്ലെങ്കിൽ ആ ആലിമ് അദ്ദേഹത്തെ സുന്നത്ത് നിസ്കരിക്കുന്നതായി ഞങ്ങൾ കണ്ടിട്ടേയില്ല എന്നെന്ത് ചെയ്യാറുണ്ട് അദ്ദേഹത്തിന് നാട്ടുകാർ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം വളരെയധികം സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്ന, അതിലങ്ങേറ്റവും ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരാളും കാണാതെ ആയിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിലാക്കുന്നതിൽ വളരെ വലിയ പങ്ക് എന്ന് വെച്ചാൽ അതിനൊരുപാട് ഹിക്മത്തുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്നുള്ളത് ഇങ്ങനെയുള്ള ഷർറുകളിൽ നിന്ന് അതിനൊരു സംരക്ഷണമാവും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഷർറുകളിൽ നിന്ന് അതിനൊരു സംരക്ഷണമാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം എന്നുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായി ഒരു പരിധി നിശ്ചയിക്കും. നമുക്കൊരു എന്ത് വേണം, ഒരു ഡെയിലി ലിമിറ്റ് വേണം. ശ്രദ്ധിക്കണേ, ഓരോ മുസ്ലിമിനും ഖുർആൻ പാരായണം എന്നുള്ളത് അതിനൊരു കൃത്യമായ ഒരു ലിമിറ്റ് നമുക്ക് കൃത്യമായി വേണം. എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ഏറ്റവും മിനിമം ഇത്രയെങ്കിലും പാരായണം ചെയ്തിരിക്കും. അത് ഒരു പേജെങ്കിലും ഒരു പേജ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, നമുക്ക് സാധിക്കാത്ത വലിയ അളവ് നമ്മൾ നിശ്ചയിക്കേണ്ട. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നില്ല, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വഇൻ ഖല്ല. അള്ളാഹു സുബ്ഹാനഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്നുള്ളത് എന്നും നിലനിൽക്കുന്നതാണ്, അത് എത്ര കുറച്ചാണെങ്കിലും ശരി എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്. അപ്പോൾ ചെറിയൊരളവ്, ഒരു പേജോ അല്ലെങ്കിൽ അര ജുസോ കാ ജുസോ, നമ്മൾക്ക് എത്രയാണ് സാധിക്കുന്നത് ആ ഒരു പരിധി, നമ്മുടെ ജോലി തിരക്കുകളും മറ്റെല്ലാ കച്ചവട തിരക്കുകളും മറ്റെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒഴിവ് സമയത്ത് നമുക്ക് ഓതാൻ പറ്റുന്നൊരളവ്, അത്ര നമ്മൾ നിശ്ചയിച്ചാൽ മതി. പക്ഷെ ആ ഒരളവ് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും പാരായണം ചെയ്യാതെ അന്ന് ഉറങ്ങാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഇത്ര ഓതിയിട്ട്, എൻ്റെ ഈ അളവ് ഓതിയിട്ട് ഞാൻ ഉറങ്ങുകയുള്ളൂ എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, നിശ്ചയിക്കാൻ പറ്റുന്നൊരളവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം ഖുർആനിൽ നിന്ന്. അത് സ്വഹാബത്തിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ രീതിയാണ്. അവർക്ക് കൃത്യം ഒരളവുണ്ടായിരുന്നു ഖുർആനിൽ നിന്ന്. അവർക്ക് ഓരോരുത്തർക്കും ഇന്ന ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസം ഇത്ര ഓതണം എന്ന് കൃത്യമായി അവർക്ക് അളവുകളുണ്ട്. ആ അളവുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഖുർആനിൽ 30 ജുസുകളായി അത് ക്രമീകരിച്ചിട്ടുള്ള ഈ സ്വഹാബത്തിന്റെ രീതി അവലംബിച്ചിട്ടാണ്. ഓരോ ദിവസവും ഒരു ജുസ് അവരെന്ത് ചെയ്യും, മിനിമം ഓതിയിരിക്കും. അവരുടെ മിനിമം അളവ് അതാണ്, ഒരു ദിവസം ഒരു ജുസ് ആണ് ഏറ്റവും മിനിമം അളവ്. സ്വഹാബത്തിന്റെ ഏറ്റവും മിനിമം അളവ് ഒരു ദിവസം ഒരു ജുസ് ആണ്. അതുകൊണ്ടാണ് ഖുർആൻ 30 ജുസ് ആക്കി തിരിച്ചിട്ടുള്ളത്. 30 ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു അളവ് നമുക്ക് എന്ത് വേണം, അത് ഖുർആൻ പാരായണത്തിൽ മാത്രമല്ല, നമ്മൾക്ക് സാധിക്കുന്ന സുന്നത്തുകളിലൊക്കെ, അത് ഡെയിലി ലിമിറ്റ് മാത്രമല്ല, നമ്മൾ ആഴ്ചയ്ക്കോ മാസത്തിലൊക്കെ നമുക്ക് എന്ത് വേണം, ഇങ്ങനൊരു ലിമിറ്റ് നമുക്ക് വേണം. കൃത്യമായി എല്ലാ ആഴ്ചയും ഞാൻ ഇന്നത് ചെയ്യും, എല്ലാ മാസവും ഞാൻ ഇന്നത് ചെയ്യും. നമ്മൾ ഓരോ കാര്യത്തിലും നമുക്ക് സ്വതക്ക ചെയ്യുന്നതിൽ എല്ലാ ആഴ്ചയും ഞാൻ ഇത്ര, വളരെ കുറച്ച് മതി, നമുക്ക് സാധിക്കുന്നതിൻ്റെ അത്ര ഒരു ചെറിയൊരളവ് സംഖ്യ, ഒരു 100 രൂപ ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്വതക്ക ചെയ്യും. ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രയാസപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഈ സ്വതക്കൊക്കെ എന്തുണ്ട്, വളരെയധികം വലിയ സ്വാധീനമുണ്ട് ഇത്തരം വിഷയങ്ങളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്, ദാവൗ മർദാക്കും ബിസ്സദഖ, നിങ്ങളുടെ രോഗികളെ നിങ്ങൾ സ്വതക്ക കൊണ്ട് ചികിത്സിക്കാൻ. എന്നുവെച്ചാൽ നമ്മുടെ ഏതെങ്കിലും കുടുംബക്കാർക്കോ വേണ്ടപ്പെട്ടവർക്കോ ഒരു രോഗം മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ രോഗം പെട്ടെന്ന് മാറാനുള്ളൊരു വഴിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് സ്വതക്ക കൊടുക്കാനാണ്. വളരെയധികം സ്വാധീനിക്കുന്ന എഫക്റ്റുള്ളൊരു കാര്യമാണ് എന്ത്, സ്വതക്ക കൊടുക്കുക. അപ്പം നമുക്ക് സാധിക്കുന്ന ഒരളവ് നമ്മളൊരു കൃത്യത നിശ്ചയിക്കുക. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഞാൻ എന്ത് ചെയ്യും, ചെറിയൊരു സംഖ്യ ഇന്നൊരു വ്യക്തിക്ക് ഞാൻ കൊടുക്കും, നിശ്ചയിക്കുക. അതുപോലെ തന്നെ നോമ്പ്, സുന്നത്ത് നോമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ലേ, ഒരു മാസത്തിൽ 3 നോമ്പെങ്കിലും എടുക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വഹാബത്തിനോട് വസിയത്ത് നൽകിയിട്ടുണ്ട്. ഒരു മാസത്തിൽ 3 നോമ്പെങ്കിലും. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹുവിനോടൊക്കെ വസിയത്ത് നൽകുന്ന 2 നിസ്കാരങ്ങളാണ്. ഒന്ന് ദുഹാ നിസ്കാരം. ദുഹാ നിസ്കാരം എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിച്ച് 15 മിനിറ്റിന് ശേഷം ളുഹർ ബാങ്കിനൊരു 5-10 മിനിറ്റ് മുമ്പ് വരെ, ഈ ഒരു സമയം മുഴുവൻ ദുഹാ സമയം.
ഈ സമയത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്ത് ചെയ്യാം, ഒരു 2 റക്അത്തെങ്കിലും നമ്മൾ നിസ്കരിക്കുന്നത് പതിവാക്കുക. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങുകയില്ല എന്ന് എന്ത് ചെയ്യുക നമ്മൾ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസീയത്തുകളാണ്. ഇത് വളരെ ചെറുതാണ്, എന്നാൽ നമുക്ക് എന്നും കൊണ്ടു നടക്കാൻ പറ്റുന്നത്ര വളരെ ലഘുവാണ്, എളുപ്പമുള്ളതുമാണ്. പക്ഷെ ഈ കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വാധീനം വളരെ വലുതുമാണ്. അതുകൊണ്ട് നമുക്ക് ആഖിറത്തിൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ അത് വളരെ നമ്മൾ കണക്കാക്കാൻ സാധിക്കാത്തത്രയാണ്. കാരണം ഈ ചെറുതാണ് എന്ത് ചെയ്യുക, ഈ ചെറിയ ചെറിയ തുള്ളികൾ ചേർന്ന് വലിയൊരു മലവെള്ളപ്പാച്ചിലായി പോകുന്നത് പോലെ ഈ ചെറിയ പ്രവർത്തനങ്ങൾ, സുന്നത്തുകളാണ് നമ്മൾക്ക് ആഖിറത്തിൽ ഏറ്റവും അധികം ഉപകരിക്കുന്ന വലിയ പ്രവർത്തനങ്ങളായി മാറുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡെയിലി ലിമിറ്റ് നമ്മൾ ഇത്തരം സുന്നത്തുകൾക്ക് വയ്ക്കുക. ഫർദുകൾ നമ്മൾ കൃത്യമായി പാലിക്കുന്നവരാണ്, അള്ളാഹു നിലനിർത്തി തരട്ടെ. പക്ഷെ സുന്നത്തുകൾ നമ്മൾ എന്ത് ചെയ്യാം, പരമാവധി നമുക്ക് സാധിക്കുന്നതിൻ്റെ ഏറ്റവും ചെറിയൊരളവ് കൃത്യമായി മുടങ്ങാതെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഷർറുകൾ അത് പൊതുവെയുള്ള ഷൈത്താൻ്റെ ഷർറുകളാണെങ്കിലും അതുപോലെ തന്നെ ഷൈത്താൻ്റെ ശരീരത്തിൽ കയറിയിട്ടുള്ള പ്രയാസങ്ങൾ, രോഗങ്ങളോ ആയി മാറുന്ന തരത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിലും അതല്ലാത്ത തരത്തിലുള്ള പ്രയാസങ്ങൾ എന്താണെങ്കിലും ശരി, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത്തരം ദിക്റുകൾ ചൊല്ലുന്നതിലൂടെയോ അല്ലെങ്കിൽ എന്താണ് പറയാം റുഖിയ ഷറഇയ്യ എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയപ്പെടുന്ന അങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഒരിക്കലും ഒരു നഷ്ടവും സംഭവിക്കാനില്ല. അത് ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും. ദുനിയാവിൽ ആ ചെല്ലുന്ന സമയം അത്രയും നമ്മൾക്ക് റബ്ബിൻ്റെ അടുക്കൽ അതൊരു സൽപ്രവർത്തനമായി രേഖപ്പെടുത്തപ്പെടും. നമ്മളിനിയിപ്പോൾ മറ്റൊരാൾക്കാണത് ചൊല്ലിക്കൊടുക്കുന്നത്, അവൻ്റെ രോഗം മാറ്റാനാണ്, അതിന് സബബായിക്കൊണ്ടാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ അവനെ സഹായിക്കുക എന്നതിൻ്റെ പ്രതിഫലം എന്ത് ചെയ്യും, ആ വലിയൊരു പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും. നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഈ ഒരു കാര്യത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യഖീൻ നഷ്ടപ്പെടുമ്പോഴാണ് പ്രശ്നം. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഈ റുഖിയ ഷറഇയ്യ എന്നുള്ളത് വളരെ മൂർച്ചയുള്ള, ഏത് ഇരുമ്പും വെട്ടിയാൽ 2 കഷ്ണമായി തീരുന്ന അത്രയും മൂർച്ചയുള്ളൊരു വാളാണ്. വെച്ചാൽ ഏത് ശൈത്താനെ നമുക്ക് നേരിടാൻ പറ്റും, എത്ര വലിയ സിഹറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വളരെ എളുപ്പത്തിൽ ഭേദിക്കാൻ സാധിക്കും. പക്ഷേ പ്രശ്നം ഇത് ഈ വാൾ ഉപയോഗിക്കുന്നവരില്ല, നമ്മളല്ല പ്രശ്നം. അള്ളാഹുവിൻ്റെ കലാമിന് മാറ്റം വന്നിട്ടില്ല, എന്നുവെച്ചാൽ ആ വാളിന് മൂർച്ചയൊട്ടും കുറഞ്ഞിട്ടില്ല. പക്ഷെ ആ വാൾ പിടിക്കുന്ന നമ്മൾ, അത് ഉപയോഗിക്കുന്ന നമ്മൾ, അത് ശരിയായ രൂപത്തിൽ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവേണ്ട ഗുണം ശരിക്കുണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ജൂതൻ, ലബീദ് ബിൻ അഅസം എന്ന് പറയുന്ന ജൂതൻ, ആ വ്യക്തി ലാനഹുല്ല, അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, സിഹർ ചെയ്തതായി സ്വഹീഹ് ബുഖാരിയിലെ ഹദീസിൽ കാണാം. ആ സിഹറിന്റെ പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലല്ല, അതല്ലാത്ത ദുനിയാവിന്റെ പല വിഷയങ്ങളിലും പല തോന്നലുകൾ തോന്നിപ്പിക്കപ്പെടുകയുണ്ടായി. ഒരുപാട് ശാരീരികമായി വളരെ ക്ഷീണിക്കുന്ന അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായി. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ചെയ്യാണ്, ചൊല്ലാനുള്ള പല കാര്യങ്ങളും പല റുഖിയകളും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൽ ഒരുപാട്, നിങ്ങൾ റുഖിയ എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജിബ്രീൽ അലൈഹി സ്വലാം പഠിപ്പിച്ചു കൊടുക്കുന്ന റുഖിയ എന്താണെന്നറിയോ, സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും. സൂറത്തുൽ ഫലക്കും ഈ 2 സൂറത്തുകൾ അറിയാത്ത ആരാ ഉള്ളത്? ഈ 2 സൂറത്തുകൾ ചൊല്ലി ഊതി തടവാൻ ആർക്കാണ് പറ്റാത്തത്? ഇന്ന് പല ആളുകളും റുഖിയ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി, ഇന്നൊരാൾ ഇന്ന സെന്ററിൽ അവനെ പോയി കണ്ട് അയാൾ ഇന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു രൂപത്തിൽ ചൊല്ലി ഇങ്ങനെയൊക്കെ ചെയ്താലേ അത് റുഖിയാവുള്ളൂ, അത് ഇന്നതിന് ചികിത്സയാവുള്ളൂ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറ്റേണ്ട സമയമായി. ഒരിക്കലും ശരിയല്ലത്. അതുപോലെ തന്നെ മറ്റൊരു സ്വഹാബി, അദ്ദേഹം ഒരു ഗോത്രത്തിലെത്തിപ്പെട്ടപ്പോൾ യാത്രാമധ്യേ ആ ഗോത്രത്തിലെ വ്യക്തിക്ക് എന്തോ ഒരു പ്രയാസം, തേള് കടിക്കുക, എന്തോ ഒരു പ്രയാസമായി വളരെ ബുദ്ധിമുട്ടി മരിക്കാറായി കിടക്കും. വേറൊരു ചികിത്സ അവിടെ ഏൽക്കുന്നില്ല, ഒന്നും ഫലിക്കുന്നില്ല. അവിടെ എത്തി ആ വ്യക്തിയെ റുഖിയ ചെയ്യാൻ പോയ സഹാബി റുഖിയ ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ മാത്രം ഓതിയിട്ടാണ്. സൂറത്തുൽ ഫാത്തിഹ അറിയാത്ത ഏത് മുസ്ലിമുള്ളത്? ഇതാണ് ദീനിൽ പഠിപ്പിച്ചിരുന്ന റുഖിയ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, വളരെ എളുപ്പമാണ്, വളരെ ലഘുവാണ്, ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതൊരിക്കലും എന്തെങ്കിലും പ്രത്യേക രൂപത്തിൽ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ പ്രയാസമുള്ള രൂപത്തിൽ
ഒന്നുമല്ല. ഒരു തരത്തിലും മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നും അല്ലെങ്കിൽ ഇതിനിവിടെ ചികിത്സയില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാ ആശുപത്രികളിൽ നിന്നും പറഞ്ഞയക്കുന്ന എത്ര രോഗികളുണ്ടെന്നറിയോ? എനിക്ക് തന്നെ അറിയുന്ന രോഗികൾ. ഇങ്ങനെ ഖുർആന്റെ ചികിത്സ കൊണ്ട് മാത്രം വളരെ പെട്ടെന്ന് തന്നെ റബ്ബിന്റെ സഹായം കൊണ്ട് ഭേദം നൽകപ്പെട്ട, ശിഫ നൽകപ്പെട്ട എത്രയോ ആളുകളുണ്ട്. 2 ആഴ്ച കഴിഞ്ഞാൽ മരിക്കും, ഒരു ചികിത്സയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിധി എഴുതി നിശ്ചയിച്ച ഒരാൾ, വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാൾ, അയാൾ ഇന്നും ജീവനോടുണ്ട്. അയാൾ അവസാന ഘട്ടത്തിൽ ഡോക്ടർമാരൊരാൾ ഒരു ബന്ധുവിനെ കാണാൻ വേണ്ടി ഒന്ന് സംസാരിക്കാൻ വേണ്ടി ആ ICU അകത്തേക്ക് കയറ്റിയപ്പോൾ അവിടെ വെച്ച് ആ വ്യക്തി സംസാരിക്കുന്ന പകരം ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസ് ഫലക്കും നാസും ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് ആ വ്യക്തി അവിടെ നിന്ന് ശമനപ്പെട്ട് അത് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അത് കിട്ടിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്ന അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. നേരിട്ടറിയുന്നതും പലരും വഴി അറിഞ്ഞതൊക്കെ എത്രയോ സംഭവങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കഴിവോ നമ്മുടെ എന്തെങ്കിലും മികവോ ഒന്നുമല്ല, എല്ലാം റബ്ബിന്റെ കൈകളിലാണ്. റബ്ബിന്റെ കലാമാണ് നമ്മൾ ഓതുന്നത്, അള്ളാഹുവിന്റെ സംസാരമാണ്. അപ്പം അതുകൊണ്ടുണ്ടാവുന്ന എന്താ പറയുക മാറ്റം, അതുകൊണ്ടുണ്ടാവുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. അള്ളാഹ് പറഞ്ഞു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസ. ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഈ ഖുർആൻ ഇറങ്ങിയിരുന്നെങ്കിൽ ആ പർവ്വതം പൊട്ടിപ്പിളർന്നു പോയേനെ എന്ന് പറയുന്ന ആ ഖുർആനാണ്. ആ ഖുർആന്റെ മുന്നിൽ ഒരു ശൈത്താനും, അത് എത്ര വലിയ ഇബ്ലീസ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഒരിക്കലും. എത്ര വലിയ സിഹറാണെങ്കിലും ഒന്നിനും എന്ത് ചെയ്യാൻ സാധിക്കില്ല, അതിന്റെ മുന്നിൽ തകരാതെ പളരാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലൊക്കെ ഉള്ള ആളുകളെ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ പറ്റുന്നത് ഈ രൂപത്തിലാണ്, ദീൻ പഠിപ്പിച്ചെന്ന രൂപത്തിലാണ്. അവരിങ്ങനെ പ്രയാസപ്പെട്ട് ഇത്തരം രോഗങ്ങൾ കൊണ്ട്, ഇത്തരം പ്രയാസങ്ങൾ കൊണ്ട് വർഷങ്ങളായി ഇങ്ങനെ കിടപ്പിൽ അനുഭവിക്കുമ്പോൾ നമ്മൾക്കിതൊക്കെ അറിയാം. നമുക്ക് സൂറത്തുൽ ഫാത്തിഹ അറിയാത്ത ഏത് മുസ്ലിമാണുള്ളത്? ഇഖ്ലാസും ഫലക്കും നാസും അറിയാത്ത, ആയത്തുൽ കുർസി അറിയാത്ത? ഇതുകൊണ്ടുണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ ചില്ലറൊന്നുമല്ല. അത് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയേണ്ടി വരും. പ്രശ്നം നമ്മളിലാണ്, ചികിത്സിക്കുന്നവരിലാണ്. നാം നേരത്തെ പറഞ്ഞല്ലോ, വാളിലല്ല പ്രശ്നം. വാളിന്റെ മൂർച്ചയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല, മറിച്ച് അത് ഉപയോഗിക്കുന്ന നമ്മൾക്കാണ് പ്രശ്നം. അപ്പം നമ്മളിത് എന്ത് ചെയ്യുക? നമ്മൾക്ക് നമ്മുടെ ഇത്തരം സഹോദരൻ നമുക്കറിയാം. ഇതിപ്പോൾ ഓരോരുത്തരും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെ കുടുംബത്തിലും ഇത്തരം പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന, രോഗത്തിലും അല്ലെങ്കിൽ പലതരത്തിലായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഓരോരുത്തരുടെ കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളെ നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നല്ല രൂപം, ദീന് പഠിപ്പിച്ചു തന്നിട്ടുള്ള രൂപം എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇങ്ങനെയുള്ള പല ആളുകളും ചികിത്സിക്കാൻ പറ്റാനിട്ട് പല ആളുകളും ഷിർക്കിന്റെ കേന്ദ്രങ്ങൾ കൊണ്ട്, തൗഹീദുള്ള ആളുകൾ ഷിർക്കിന്റെ കേന്ദ്രങ്ങൾ ഇത്തരം ആളുകളെ കൊണ്ടുപോകേണ്ട ഗതികേട് വരിക. അവർക്ക് വേറെ നിവൃത്തിയില്ല. തലയിൽ മുണ്ടിട്ടിട്ടും അവര് വളരെ ആരും കാണാതെ എന്താ പറയാ പരിശ്രമിച്ചിട്ടും, തൗഹീദുള്ള പല പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരും ഒക്കെ ആയിരിക്കും. അവർക്ക് സ്വന്തമായി ഇത്തരം കാര്യങ്ങൾ അറിയാനിട്ടും ഇത്തരം എന്താ പറയാ നിലപാടുകൾ എടുക്കാൻ സാധിക്കാനിട്ടും അവർ തൗഹീദില്ലാത്ത ഷിർക്കും ഖുറാഫാത്തും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഇങ്ങനെ ഏർവാടികളും അങ്ങനെയുള്ള ജാറങ്ങളും മറ്റു മക്ബറകളൊക്കെ അവിടെ ഷിർക്കും സിഹറൊക്കെ കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളിലേക്ക് എന്ത് ചെയ്യണം? ഇത്തരം കാര്യത്തിന്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി പോവാണ്. വേറെ പല ആളുകളും ഇത്തരം ആളുകളെ ഭ്രാന്താലയത്തിൽ കൊണ്ടുപോയി ചേർക്കുകയാണ്. കാരണം അവർക്ക് ഭൗതികപരമായ ഒരു ചികിത്സ അവർക്കത് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാനില്ല, കൊടുക്കാനില്ല. നമ്മൾക്ക് തന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായി ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ അറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മളിതൊരു ഒന്ന് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഒന്ന് ഓതി നോക്കാം എന്നുള്ള രൂപത്തിൽ ഓതാൻ നിൽക്കരുത്. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പോയിന്റ് അതാണ്, ഇദുല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. യഖീനോടുകൂടെ ഇത് റബ്ബ് തീരുമാനിച്ചാൽ, ഇതിലൂടെ റബ്ബ് ഇത് ശിഫ ഉദ്ദേശിച്ചാൽ ഇത് മാറിയിരിക്കും. എത്ര വലിയ ആള് വന്നു പോയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവിടെ വിഷയമില്ല. ഇത് റബ്ബ് ഉദ്ദേശിച്ചാൽ അതോടെ മാറിയിരിക്കും. അവൻ എത്ര വർഷം അത് ചികിത്സിച്ചിട്ട് മാറാത്തതായിക്കോട്ടെ, എന്തൊക്കെ മരുന്നുകൾ കഴിച്ചതായിക്കോട്ടെ, ഇതിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന് ശിഫ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറിയിരിക്കും എന്നുള്ള യഖീൻ നമുക്ക് വേണം. അത് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മാത്രം നമ്മൾ ഓതിയാൽ മതി. എന്നാലും ആ യഖീൻ അവിടെ ഏറ്റവും നിർബന്ധമാണ്, ഏറ്റവും പ്രധാനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യരുത്? സഹായിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മടിച്ചു നിൽക്കാൻ പാടില്ല. നമ്മൾക്ക് സാധിക്കുന്നതിന് ഏറ്റവും മാക്സിമം നമ്മൾക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? സാധിക്കുന്നത് പോലെയൊക്കെ ചെയ്യണം. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മറ്റൊരു കാര്യം,
ഒരിക്കലും ധൃതി പിടിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും എന്തൊരു കാര്യം റബ്ബിൽ നിന്ന് തേടുമ്പോഴും ആവശ്യപ്പെടുമ്പോഴും പ്രതീക്ഷിക്കുമ്പോഴും എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നൊരു കാര്യമാണെന്ത്? യുസ്തജാബു ലി അഹദികും മാലം യഅജൽ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദുആ നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതായത് ഉത്തരം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോരുത്തർക്കും, ഓരോരുത്തരുടെ പ്രാർത്ഥനയിലും. മാലം യഅജൽ, അവൻ ധൃതി പിടിക്കാത്തിടത്തോളം. എങ്ങനെ ധൃതി പിടിക്കുക? ദഅഉതു ഫലം അസ്തജിബിലി, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊടുത്തു, പക്ഷെ മാറ്റമില്ല. അല്ലെങ്കിൽ ഇഖ്ലാസ് ഫലക്കും നാസും മാറി മാറി ഊതി തടവി കൊടുത്തു, എന്നിട്ട് അവന് പ്രത്യേകിച്ചൊരു മാറ്റം. ഇങ്ങനെ ധൃതി പിടിക്കാൻ പാടില്ല. പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഒക്കെ റബ്ബിന്റെ കൈകളിലാണ്. നമ്മൾ സബബുകൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. രോഗം മാറ്റുന്നത്, ശിഫ നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾക്ക് അതിനുള്ള സബബുകൾ സ്വീകരിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ ശ്രദ്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്ന ഈ നന്മയിൽ ഉറച്ചു നിൽക്കുക. സ്വഹാബത്ത് പറഞ്ഞില്ലേ, ലാ ഖൈറ ഇല്ലാ ദല്ലൽ ഉമ്മത അലൈഹി. എന്തൊക്കെ നന്മയുണ്ടോ ആ നന്മയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല. എത്രത്തോളം സ്വഹാബത്ത് പറയാറുണ്ട്, ഒരു പക്ഷി ആകാശത്തൂടെ പറന്നു പോകുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബാത്റൂമിൽ പോകുമ്പോൾ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ചെയ്യണം എന്ന് പഠിപ്പിച്ചെന്ന് അള്ളാഹുവിന്റെ റസൂൽ. ഏറ്റവും വലിയ ശത്രുവിന് ഷർന്ന് രക്ഷപ്പെടാൻ പഠിപ്പിച്ചു തരാതിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓരോ പോയിന്റും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്തുൽ ഫലക്കിനെ പറ്റിയും നാസിനെ പറ്റിയും പഠിപ്പിച്ചെന്തെന്നറിയോ? ഈ 2 സൂറത്തുകൾ കൊണ്ട് ഒരാൾ സിഹിറിൽ നിന്ന് രക്ഷ തേടിയതുപോലെ വേറെ ഒന്നും രക്ഷ തേടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന്. ഏറ്റവും എഫക്റ്റീവ് 2 സൂറത്തുകളാണ് സൂറത്തുൽ ഫലക്കും നാസും സിഹിറിന്റെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇങ്ങനെ ഓരോ പോയിന്റുകളും നമ്മൾ കൃത്യമായി പഠിക്കുകയും അത് നമ്മൾക്ക് പാലിക്കാൻ സാധിക്കുന്നതിൻ്റെ, പ്രവർത്തിക്കാൻ സാധിക്കുന്ന പരമാവധി ആളുകൾക്ക് അത് ഉപകാരം എത്തിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഹക്ക് ഇതാണ്, നബി സല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതാണ്, അതല്ലാതെ വേറൊന്നുമല്ല. ഇത് ഹക്കാണെങ്കിൽ ഇതിൽ ഉറച്ചു നിൽക്കാൻ ശ്രദ്ധിക്കുക. ഇതിലെന്തെങ്കിലും റിസൾട്ട് കാണാതാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാലതാമസം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഒരിക്കലും ധൃതി പിടിക്കാതിരിക്കുക. ഒരിക്കലും ധൃതി പിടിക്കരുത്. ഉറച്ചു നിൽക്കുക, ക്ഷമിച്ചു നിൽക്കുക. ഇൻഷാ അല്ലാഹുവിന്റെ സഹായം ഉറപ്പായും ഉണ്ടാവും. അള്ളാഹുവിന്റെ സഹായം ഉറപ്പായും ഉണ്ടാവും. പക്ഷേ ആ സഹായം എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കുറച്ചൊന്ന് ക്ഷമിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്ന നസ്റ മഅ സബ്ർ, സബറിന്റെ കൂടെയാണ് സഹായം ഉള്ളത്. ഒന്ന് ക്ഷമിച്ച് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ സഹായം അവിടെ വരും, ഉറപ്പാണ്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അറിഞ്ഞുകൊള്ളുക, അത് തീർച്ചയായും അടുത്ത് തന്നെ ഉണ്ടെന്ന് പഠിപ്പിച്ചു. അടുത്ത് തന്നെ ഉണ്ട് അള്ളാഹുവിന്റെ സഹായം. രാത്രി എത്ര ഇട്ടിയാലും എത്രയൊക്കെ കൂരിട്ടായാലും ഉറപ്പായും നേരം വെളുക്കും എന്നുള്ളത് പോലെ തന്നെയാണ് എന്ത്, ജീവിതത്തിൽ എത്ര കടുത്ത പ്രയാസം വന്നാലും എത്ര ബുദ്ധിമുട്ടിയാലും എത്ര ഞെരുങ്ങിപ്പോയാലും അള്ളാഹുവിന്റെ സഹായം ഉറപ്പായും വരും. ഉറപ്പാണ്, യാതൊരു സംശയത്തിലും വേണ്ട. ഇതെല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാ വിഷയത്തിലും അങ്ങനെ. ഈ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ നീങ്ങി പോകാനേ പാടില്ല. നമുക്കറിയുന്ന സുന്നത്തുകളൊക്കെ പഠിച്ച് ഒക്കെ പ്രാവർത്തികമാക്കി എന്നിട്ടും ഇങ്ങനെ പ്രയാസങ്ങൾ വന്നാലും ഉറച്ചു നിൽക്കണം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, അങ്ങനെയുള്ള ആളുകൾക്ക് റബ്ബ് അവന്റെ വഴികൾ തുറന്നു കൊടുക്കും. അത് അള്ളാഹുവിന്റെ വാക്കാണ്. അള്ളാഹു ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുകയില്ല. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഉറപ്പില്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ ഷിർക്കിന്റെ, ഖുറാഫാത്തിന്റെ, മറ്റു പല തങ്ങന്മാരും ജ്യോത്സ്യന്മാരും ഷിർക്കിന്റെ വ്യക്തമായി ജ്യോത്സ്യപ്പണി ചെയ്യുന്ന ആളുകളുടെ അടുക്കിലേക്കും, അതല്ലാതെ തങ്ങന്മാരാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, എന്താ പറയുക, കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുക്കിലേക്കൊക്കെ തൗഹീദുള്ള ആളുകൾക്ക് പോകേണ്ട ഗതികേട് നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ശൈത്താൻ വെറുതെ ഇരിക്കൂല. നമ്മുടെ നാട്ടിൽ സംഘടനക്കാരോ മറ്റുള്ള ആൾക്കാരോ അവരുടെ സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടി റുഖിയ ഷറയും മറ്റു കാര്യങ്ങളും പറയാതിരുന്നാലോ പഠിപ്പിക്കാതിരുന്നാലോ ശൈത്താൻ മിണ്ടാതിരിക്കുമെന്നില്ലത് നോക്കിയിട്ട് ശൈത്താൻ അവൻ്റെ പണി തുടർന്നുകൊണ്ടേയിരിക്കും. റുഖിയ ഷറയ പഠിപ്പിച്ചാലൊക്കെ പഠിപ്പിച്ചില്ലെങ്കിലൊക്കെ ശൈത്താൻ അവൻ്റെ പണി തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ പല കാര്യങ്ങളും നേടുന്നുണ്ട്. പലരെയും അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എത്ര ആളുകളാണെന്നറിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ട് ഷിർക്കിലേക്ക്, തൗഹീദുള്ള ആളുകൾ ഷിർക്കിലേക്ക് എത്തുന്ന എത്രയോ ആളുകളുണ്ട്. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ട് അവർ ഷിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് എന്തെങ്കിലും ഊതി കെട്ടിക്കൊടുത്താൽ അവിടുത്തെ ശൈത്താനും ഈ ശൈത്താനും തമ്മിൽ ടൈപ്പായിട്ട് എന്ത് ചെയ്യും? ഇവൻ തൽക്കാലം ഇതിൽ നിന്ന് മാറി നിൽക്കും.
ആ പ്രയാസം അപ്പം നിലവിൽ അവനെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ പ്രയാസം നീങ്ങി. അപ്പം ഇവൻ ആലോചിക്കുക, ഞാൻ ഈ ഷിർക്കിൻ്റെ ഈ മക്ബറയിൽ പോയി ഈ ജാറത്തിൽ പോയിട്ടാണ് എനിക്ക് എൻ്റെ ഈ പ്രശ്നം നീങ്ങിയത്. 23 വർഷമായി അല്ലെങ്കിൽ 30 വർഷമായിട്ട് എന്നിലുണ്ടായിരുന്ന ഈ പ്രയാസം ഈ ജാറത്തിൽ പോയിട്ടാണ് നീങ്ങിയത്. അതുകൊണ്ട് ആ ജാറത്തിൽ ആ ഉലിയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഇനി വിളിച്ച് ദ്വാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ദ്വാ ചെയ്യാൻ ആരംഭിച്ച ഷിർക്ക് തുടങ്ങിയ എത്ര തൗഹീദുള്ള ആൾക്കാരുണ്ടെന്നറിയോ? സിഹിറിൻ്റെ കാരണം കൊണ്ട്. ഇതെന്തുകൊണ്ടാണ്? റുഖിയ ശറഅ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. ഇതിൻ്റെയൊക്കെ കുറ്റം ആർക്കാ കിട്ടുക? സംഘടനയുടെയും അതുപോലെ തന്നെ ആൾക്കാരുടെയും കൂട്ടങ്ങളുടെയൊക്കെ മസ്ലഹത്ത് പറഞ്ഞിട്ട് അവരുടെ കാര്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ വെച്ച് നിർത്തിയിട്ട് പല ഹക്കുകളും പറയാതിരിക്കുന്ന ആളുകൾക്ക്, അവരുടെ നേതാക്കന്മാർക്ക് തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിനും കുറ്റം കിട്ടുക. അപ്പം പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തിരിക്കുക, വഞ്ചിക്കാതിരിക്കരുത്. ഒരിക്കലും നമ്മൾ തെറ്റിലേക്ക് എത്തിക്കരുത്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ഹക്കാണ്. അത് സിഹർ ബാധിക്കുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കുക തന്നെ ചെയ്യും. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നാണ്. കണ്ണേറ് ബാധിക്കുന്നു പഠിപ്പിച്ചത്, കണ്ണേറ് ബാധിക്കും. ഇന്നൽ ഐന ഹഖുൻ, കണ്ണേറ് സത്യമാണെന്ന് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കാണെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് സംഘടനക്കാരൻ പറയാം, അല്ല ഹക്കല്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല, ജിന്നനില്ല എന്ന് പറയുന്ന സംഘടനക്കാരുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇത്തരം ആളുകളുടെ താല്പര്യങ്ങൾക്ക് വകവെച്ചു കൊടുക്കാനുള്ളതല്ല നമ്മുടെ ദീനം. ചെരുപ്പിനൊത്ത് കാല് മുറിക്കുക എന്ന് പറയുന്ന പോലത്തെ ഇത്തരം പരിപാടികൾക്ക് നമ്മൾക്കൊരിക്കലും നമ്മുടെ ദീൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ബലിയാടാക്കാൻ പറ്റില്ല. നമ്മൾക്ക് അള്ളാഹു റസൂൽ പഠിപ്പിച്ചെന്നത് അതാണ് ദീനം. അത് സ്വഹാബത്ത് എങ്ങനെയാണോ പ്രാവർത്തികമാക്കിയത് അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും ജീവിതത്തിൽ പരമാവധി. എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ, എങ്കിൽ മാത്രം. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ടോ ഏതെങ്കിലും ഒരാളെ പിന്താങ്ങിയത് കൊണ്ടോ അയാൾ പറഞ്ഞതൊക്കെ റാൻ മൂളിയത് കൊണ്ടോ നമുക്കൊരിക്കലും സ്വർഗത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നതിലോ പ്രാവർത്തികമാക്കുന്നതിലോ ആരെയും കാര്യമാക്കേണ്ടതില്ല, ഒരാളെയും പരിഗണിക്കേണ്ടതില്ല. ഇത് ദീനാണ്. ഇത് ഒരാൾ മറച്ചു വെച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഒരു സംഘടന മറച്ചു വെച്ചത് കൊണ്ട് ഇത് ദീനല്ലാതാവൂല. ഇത് നമ്മൾക്ക് ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം ഈ ഹക്ക് എത്തുമ്പോഴേ, വെളിച്ചം എത്തുമ്പോഴേ ഇരുട്ട് നീങ്ങുള്ളൂ. ഈ റുഖിയ ശറഅ പോലുള്ള ദീനിന്റെ വിധിവിലക്കുകൾ അള്ളാഹു റസൂൽ നമ്മൾ നമ്മുടേതായിട്ടൊന്നും പറയുന്നില്ലല്ലോ. അള്ളാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രചരിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ഇരുട്ടുകൾ സമൂഹത്തിൽ നീങ്ങുകയുള്ളൂ. അത് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളാണെങ്കിലും മനസ്സിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും, അതല്ലാതെ ഇത്തരം ആളുകൾ ഹിദായത്തിന് തെറ്റിപ്പോകാൻ കാരണമാകുന്ന വിഷയം എന്താണെങ്കിലും, ഇത്തരം ഇരുട്ടുകൾ സമൂഹത്തിൽ നീങ്ങിപ്പോകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വെളിച്ചം കൊണ്ടേ അത് നീങ്ങുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പരമാവധി ഇത്തരം വിഷയങ്ങൾ പറയുക, പഠിക്കുക, പ്രവർത്തിക്കുക, പ്രചരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്കെല്ലാവർക്കും ഇത് ഇബാദത്താണ്. നമ്മൾ മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു പ്രയാസം കണ്ടു നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ നാട്ടിലോ, അത് നമ്മളത് ചൊല്ലിക്കൊടുക്കാൻ, ഈ ഒരു ഫാത്തിഹ ഓതി കൊടുക്കാനോ ഇഖ്ലാസ് ഫലഖു നാസ് ഓതി തടവി കൊടുക്കുക, നമ്മൾ പോയി ഇരുന്നത് ചെയ്ത് എടുക്കുന്ന അത്രയും സമയം നമ്മൾ വളരെ മഹത്തരമായ ഒരു ഇബാദത്തിലാണ്, വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്തിലാണ്. ആ ഒരു ബോധത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി അത്തരം കാര്യങ്ങളിൽ നമ്മൾ മുന്നേറുക, സാധിക്കുന്നത്രയും പരമാവധി പരിശ്രമിക്കുക. നമ്മൾ ഉറച്ചു നിൽക്കുക, നമ്മൾ ഹക്കിലാണെന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട്. കാരണം തെളിവുകളുള്ളതല്ലാതെ നമ്മളൊന്നും നമ്മുടെ സ്വന്തം വകയെ നമ്മളൊന്നും ചെയ്യുന്നില്ല. നാട്ടുകാർ പറഞ്ഞത് കേട്ടതും വീട്ടിൽ പഠിപ്പിക്കപ്പെട്ടതൊന്നും നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ഹക്കിലാണ്. ആ ഹക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഉറപ്പായി റബ്ബിൻ്റെ സഹായമുണ്ട്. അത് നീങ്ങും. ആ ഒരു പ്രയാസം, ആ ഒരു രോഗം എന്നുള്ളത് ഉറപ്പായി മാറും. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ, നമുക്കെല്ലാവർക്കും ഹക്കിൻ്റെ ആളുകളായി എന്നും നിലകൊള്ളാനും ഹക്ക് പറയാനും പ്രവർത്തിക്കാനും പഠിപ്പിക്കാനും ജീവിതത്തിൽ പരമാവധി പ്രാവർത്തികമാക്കുവാനൊക്കെ റബ്ബ് സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ, നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.